ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 പേരുടേതാണ്. 4-ൽ 3 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ സുരേഖയുടേതാണ്. സുരേഖ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ സുരേഖയുടെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. ആദ്യം എൻ്റെ അടുത്ത് കിട്ടുമ്പോൾ നല്ല കേൾസായിരുന്നു. ഇപ്പോൾ 3-ാം തവണയാണ് സുരേഖ എൻ്റെ അടുത്ത് വരുന്നത്. 2 പ്രാവശ്യം റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിൻ ചെയ്യാനും 1 പ്രാവശ്യം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 3-ാമത്തെ തവണ വന്നപ്പോഴത്തേക്ക് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട് ഹെയറിന്. കാരണം ഹെയർ ഒന്നും ഡാമേജ് ആയിട്ടില്ല. അപ്പോൾ ലെങ്ത് വെക്കുന്നത് കാരണം കുറച്ച് തിന്നായിട്ടുണ്ട് താഴോട്ടുള്ള ഹെയർ. അപ്പോൾ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇപ്പോൾ യു ഷേപ്പിലാക്കിയിട്ടുണ്ട്. സുരേഖ അഴിച്ചിട്ടൊന്നും നടക്കത്തില്ല, കെട്ടി വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യു ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സുരേഖയ്ക്ക് മലയാളം അറിയത്തില്ല. അപ്പം സുരേഖ ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുരേഖയുടെ കാണാം. അതുപോലെ 2-ാമത്തെ ഹെയർ നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്, നല്ല ഷോർട്ടുമാണ് ഹെയർ. അത് ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ മാസവും ഒരു പ്രോട്ടീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ ഹെയർ നേരത്തെ ആ കുട്ടി ഒന്ന് സ്മൂത്തനിങ് ചെയ്ത ഹെയർ നല്ല ഡാമേജ് ആയിട്ടിരിക്കുന്ന ഹെയറാണ്. അപ്പോൾ ആ ഹെയറിനകത്ത് നമ്മൾ ഇപ്പോൾ അത് കട്ട് ചെയ്ത് ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത് കെരാറ്റിനും കൂടെ ചെയ്യണം. ഈ ഡാമേജ് ആയ ഹെയർ ആരുടെ വന്നാലും നമ്മൾ അത് കെരാറ്റിനും കൂടെ ചെയ്യണമെന്ന് പറയും ഫസ്റ്റ് ടൈമിൽ. പിന്നെ നല്ല ഡ്രൈനെസ് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ, ചില ഹെയറൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറുണ്ട് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ആ ഹെയറിനാണെങ്കിൽ എപ്പോൾ റൂട്ട് ടച്ച് ചെയ്താലും നമ്മൾ കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കണം. 3-ാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും നല്ല ഫ്രിസിയാണ് ഹെയർ. അപ്പോൾ ആ ഹെയർ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 4 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. 4-ാമത്തെ ഹെയർ അതുപോലെ ഇനി 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറും സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പോലും നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. 4 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ സുരേഖയുടേത്. സുരേഖ ഇപ്പം 3-ാമത്തെ തവണയാണ് വരുന്നത് നമ്മുടെ അടുത്ത് കാസർഗോഡ് നിന്ന്. അപ്പോൾ ഇപ്പം റൂട്ട് ടച്ചും കെരാറ്റിനും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സുരേഖയുടെ ഹെയറിൻ്റെ ലെങ്ത് ഞാൻ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് കുറച്ചെന്ന് പറയാൻ യു ആയിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം ലെങ്ത് വെക്കുന്നതിനനുസരിച്ച് ഇത് തിന്നായിപ്പോവും ഹെയർ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സുരേഖ ഇത് ഫസ്റ്റ് ടൈം ആദ്യം എൻ്റെ അടുത്ത് വരുമ്പോൾ സുരേഖയുടെ ഹെയർ ഈ ഹെയറായിരുന്നു. ഇപ്പം 3-ാം തവണ ആയപ്പോഴത്തേക്ക് ഈ ഹെയർ, കാരണം ലെങ്ത് നന്നായിട്ട് വെച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ലെങ്ത് കുറഞ്ഞ്. ഇത് ആദ്യം വന്ന സുരേഖയാണ്. 3-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. സുരേഖയുടെ സ്ഥലം കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇപ്പം 3-ാമത്തെ തവണയാണ് റൂട്ട് ടച്ചും കെരാറ്റിനും കൂടെ ചെയ്തിരിക്കുന്നത്. ഹെയർ നന്നായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുരേഖയുടെ ഭാഷയിലാണ് നിങ്ങളോട് പറയുന്നത്. ನನ್ನ ಹೆಸರು ಸುರೇಖಾ. ನಾನು ಇಲ್ಲಿ ಶಿಲ್ಬಾ ಚೇಚಿ ಹತ್ತಿರ ಕೆರಾಟಿನ್ ಮತ್ತು ರೂಟ್ ಟಚ್ಗೆ ಇದು 3ನೇ ಸಲ ಬರೋದು. ತುಂಬ ಚೆನ್ನಾಗಿ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ ನನ್ನ ಕೂದಲನ್ನು. ನನಗೆ ತುಂಬ ಸಂತೋಷ. ಎಲ್ಲರೂ ಇಲ್ಲಿಗೆ ಬರಬೇಕು. ഇത് 2-ാമത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്, തിന്നുമാണ് ഹെയർ. അപ്പോൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അഴിച്ചിട്ടുകൊണ്ട് നടക്കണം, അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ടാണ് കിട്ടിയത്. ഇതിനി ഒരു മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. അപ്പോൾ ഇത് ഓരോ ആഴ്ച കഴിയുന്തോറും ഇതിനി വോളിയം കൂടുതൽ തോന്നിക്കും. കാരണം ഈ നമ്മുടെ ഈ ഉച്ചയുടെ ആ ഭാഗത്തൊക്കെ നെറുകയിലുള്ള മുടിയൊക്കെ തീരെ ഷോർട്ടായിട്ടുള്ള ഹെയർ. ആ ഹെയർ നമ്മൾ അതിന് രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇത് 3-ാമത്തെ ഹെയർ നേരത്തെ സ്മൂത്തനിങ് ചെയ്ത ഹെയർ, അത് കിളിർത്ത് വന്നത് കുട്ടി തന്നെ കട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ തീരെ ഷോർട്ടായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് ഈ ലെങ്ത് നിർത്തിക്കൊണ്ട് ഫേസിന് ചേരുന്ന രീതിയിലേക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. അഴിച്ചിട്ടുകൊണ്ട് നടക്കാം, ഇനി കെട്ടിയും വെക്കാം. കാരണം ആ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് അതിനകത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്.
ഇത് ഒരുപാട് ഡ്രൈനെസ് ഇല്ല, കാരണം നേരത്തെ ചെയ്ത ഹെയർ നല്ല ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടിയുടെ ഒറിജിനൽ ഹെയറാണ്. എന്നുവെച്ചാൽ ചെയ്ത ഡാമേജ് സ്മൂത്തനിങ് ചെയ്തിട്ട ഹെയർ മൊത്തം പോയി. ഈ ഹെയർ നമുക്ക് വളർത്തിയെടുത്താൽ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടും. ഇത് 4ാമത്തെ ഹെയർ. നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയറും ഇത് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഒരു ഡ്രൈനെസ് ഉള്ള ഹെയറാണ്, ഭയങ്കര ഡ്രൈയാണ്. അപ്പോൾ ഈ ഹെയർ ഇനി 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുമ്പോൾ കെരാറ്റിനും കൂടെ ചെയ്യണം. എന്നാൽ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. നല്ല തിക്നെസ്സും ഉണ്ട്, അതുപോലെ ലെങ്തും ഉണ്ട്. കാരണം അത്രയ്ക്കും സ്കാൽപ്പി നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഭംഗിക്കുള്ള ഹെയറായിട്ട് കിട്ടിയത്. പിന്നെ ഫ്രിസി ആയിട്ടുള്ള ഹെയറിൻ്റെ അതൊക്കെ മാറി, ഡാമേജൊക്കെ മാറി നല്ല ഭംഗിയായി. ഇനി അഴിച്ചിട്ടുള്ള അടക്കും കെട്ടിവെക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.